ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളുമായി വന്നതാ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ എൻ്റെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളൊന്ന് കണ്ടുവരീട്ടോ. അപ്പോൾ ഇതാ പള്ളിക്കന്ന് നല്ല മനോഹരമായിട്ട് തെക്കുബീർ കേൾക്കുന്നുണ്ട്. അപ്പോൾ സുബഹി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേഗത്തിൽ കിച്ചണിലോട്ട് പോവാണ്. കാരണം ഇന്ന് നേരത്തെ തന്നെ നമ്മുടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഞാനും ഉമ്മയും ഇന്നലെ രാത്രി തന്നെ ഏകദേശ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പെട്ടെന്നായിട്ടോ ചോറും പായസമൊക്കെ പെട്ടെന്ന് റെഡിയാക്കി. ഇനി കുളിയും പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിക്കണം. പിന്നെ പെരുന്നാളിൻ്റെ ഒരു മണക്ക വരലെടുത്തിട്ടോ ബിരിയാണി മൈലാഞ്ചി. പെരുന്നാളിന് വേറൊരു വൈബാണല്ലോ അല്ലേ. പിന്നെ പറയാൻ മറന്നു, ഞങ്ങൾക്കിന്ന് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്ന്. പിന്നെ ഹൈം ബിഷറും കാക്കുദ പെരുന്നാൾ പൈസൻ്റെ കണക്കെടുപ്പിലാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് അങ്ങോട്ട് ഉറങ്ങിട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഇനി എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളും വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. പിന്നെ വന്ന ഉടനെ തന്നെ വേഗത്തിൽ ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലും പോകണം. നാളെ ഞങ്ങൾക്ക് അവിടെയാണ് പെരുന്നാൾ. ഇന്ന് അവിടെ വിരുന്നാണ്. അപ്പോൾ ഉമ്മച്ചി നല്ല ചിക്കൻ മന്തി, ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, മീൻ ഫ്രൈ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ടേബിളിലോട്ട് സെറ്റാക്കി വെക്കട്ടെ. പിന്നെ ഭക്ഷണം കഴിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പോവും. പിന്നെ ഹയമോളും ബിഷറും അവിടെ നല്ല കളിയിലാണ് കേട്ടോ. ചിക്കുണ്ട്. അവർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഇനി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കട്ടെ. പിന്നെ അമ്മച്ചി നല്ല ഫ്രൂട്ട് സലാഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഐസ്ക്രീം ഇട്ടിട്ട് അതിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടതാ. അപ്പോൾ ഇവർ പെരുന്നാൾ പൈസൻ്റെ കണക്കുകൾ പറയാണ്. നമ്മളും ചെറുതായ സമയത്ത് ഇങ്ങനെയായിരുന്നല്ലോ അല്ലേ. എത്ര പൈസ നിനക്ക് കിട്ടി, എത്ര പൈസ കിട്ടി, ഇനി എത്ര കിട്ടാനുണ്ട്, കിട്ടിയ പൈസ കണ്ടോ അറിഞ്ഞിട്ട് അങ്ങനെ അവർ മൂന്നാളും ഭയങ്കര ഡിസ്കസിലാണ് എത്ര കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്ന് ചിക്കു തിരിച്ച് അവരെ വീട്ടിൽ തന്നെ പോകും കേട്ടോ. കാരണം എൻ്റെ അളിയാക്ക 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് റിയാദിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടിയിട്ടുള്ള അടിപൊളി ചെറിയ പെരുന്നാളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെന്ന ഉടനെ തന്നെ സംസാരമായി. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മൂത്തമ്മയും മക്കളും പേരക്കുട്ടികളും കുഞ്ഞാമ്മയും മാമന്മാരും ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ വിശേഷങ്ങളാണ്. എൻ്റെ മാമൻ്റെ വക അടിപൊളി പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആരോ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാമൻ്റെ സ്പെഷ്യൽ പൊറോട്ടയും പിന്നെ ബീഫ് കറിയായിരുന്നു. ഇനി രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. മക്കളൊക്കെ നല്ല കളിയിലാണ്.